ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. വേദാന്തങ്ങളിൽ അതുല്യനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് 2025 മെയ് മാസം 15-ാം തീയതി വരെയുള്ളതായ ഒരു വർഷക്കാലം. പൊതുവെ മകം നക്ഷത്രക്കാര് ദൈനംദിന ജീവിതത്തിൽ പുതുമകളെയും പരിഷ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന, മികച്ച ലക്ഷ്യബോധവും വലിയ വലിയ ആഗ്രഹങ്ങളും സൂക്ഷിക്കുന്ന മകം നക്ഷത്രക്കാര് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സത്യസന്ധമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ്. വൃത്തിയോടുകൂടിയിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് കുടുംബത്തെയും തൻ്റെ ചുറ്റുപാടിനെയും ഒരുക്കുന്നതായ ഈ മകം നക്ഷത്രക്കാരിൽ വ്യാഴഗ്രഹത്തിൻ്റെ കർമ്മസ്ഥാനത്തിലൂടെയുള്ളതായ സഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. 5ാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും ഈ വ്യാഴത്തിനു കാണുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. കൂടാതെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിലോ 2ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ധനപരമായിട്ടും സാമ്പത്തിക സ്ഥിതിയിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലും എല്ലാം തന്നെ സന്തോഷം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലത്ത്. കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 4ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും കൊടുക്കൽ വാങ്ങലുകൾക്ക് അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. വീട് പണിയുന്നവർക്കാണെങ്കിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യാഴപ്പകർച്ചയിലൂടെ വരുന്ന ഈ ഒരു വർഷക്കാലത്ത്. 3ാമതായിട്ട് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി 6ാം ഭാവത്തേക്കും വരുന്നത് കൊണ്ട് ശാരീരികമായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള ക്ലേശതകൾക്കും വിഷമതകൾക്കും എല്ലാം മാറ്റം വന്ന് ദൈനംദിന ജീവിതത്തിൽ പുതിയ ചിന്തകളിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. ഈ സമയങ്ങളിൽ മകം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു.